ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 11 ശ്ലോകം 7. ആറാമത്തെ ശ്ലോകം കഴിഞ്ഞപ്പോൾ സനകാദികളോടും ജയവിജയന്മാരോടും സംസാരിച്ചു നിൽക്കുന്ന ഭഗവാന്റെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഭട്ടതിരിപ്പാട് വരച്ചു വെച്ചു. ഇതുപോലൊരു ചിത്രം വേറെ എവിടെയും കാണില്ല ഈ ഭാഗവതത്തിൽ നോക്കിയാൽ. ഭാഗവതത്തിലെന്ന് പറയാൻ കാരണം ഭാഗവതത്തിൻ്റെ സംഗ്രഹമാണല്ലോ നാരായണീയം. അതുകൊണ്ടാണ്. എങ്ങനെയാണ് ആ ചിത്രം? അഭിരാമമൂർത്തിയായിട്ട് അതീവ സുന്ദരനായിട്ട് താമര ഇതൾ പോലെ നീണ്ടു വിടർന്ന കണ്ണുകളിൽ കാരുണ്യത്തോടെ ലക്ഷ്മി ഭഗവതിയുടെ കൂടെ ഗരുഡൻ്റെ തോളിൽ ഒരു കൂട്ടുകാരൻ്റെ പോലെ മനുഷ്യരൂപം ധരിച്ചിട്ടുള്ള ഗരുഡനായിരിക്കും കൈവച്ചുകൊണ്ട് അവിടെ വന്നു. സനകാദികൾ 4 പേരും ജയവിജയന്മാർ 2 പേരും കാൽക്കൽ നമസ്കരിച്ച് കിടക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ചിത്രം. എന്നിട്ട് ഭഗവാൻ എന്താ പറഞ്ഞ്? സനകാദികളോട് പറഞ്ഞു, നിങ്ങൾ എന്നെ കാണാനല്ലേ വന്നത്, എൻ്റെ പാർഷദന്മാരോട് ക്ഷമിക്കുക. ഇനി നിങ്ങളിവിടെ വരാൻ കാരണം വൈകുണ്ഠം ദർശിക്കണം, എന്നെ ദർശിക്കണം എന്നൊക്കെയല്ലേ, അതൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അവരെ സന്തോഷിപ്പിച്ചു. കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾക്ക് വേറെ ആരുമില്ല നാഥനായിട്ട് എന്ന് പറഞ്ഞ് കരയുന്ന ജയവിജയന്മാരോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, വേഗം തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റും. അതിന് പക്ഷേ നിങ്ങൾ 3 ജന്മം അസുരന്മാരായിട്ട് ജനിക്കണം. മാത്രമല്ല സംരംഭയോഗേന എന്ന് പറഞ്ഞു, ശത്രുത്വഭാവത്തോടുകൂടി നിങ്ങൾ എന്നെ കാണേണ്ടി വരും. അതിശക്തന്മാരായിട്ടുള്ള അസുരന്മാരായിട്ടാണ് നിങ്ങൾ ജനിക്കുക. നിങ്ങളുടെ മനസ്സിൽ സദാ എന്തായാലും ഞാനുണ്ടാകും. ഞാൻ തന്നെ ഓരോ ജന്മത്തിൻ്റെ ഒടുവിലും നിങ്ങളെ വധിക്കും, നിങ്ങളെ ആ ജന്മത്തിൽ നിന്ന് മോചിപ്പിക്കും എന്ന് പറഞ്ഞ് അവരെയും സമാധാനിപ്പിച്ചു. ഇനി പറയാൻ പോകുന്നത് 7ാമത്തെ ശ്ലോകത്തിൽ പറയണത്, താഴോട്ട് അങ്ങനെ ആ 2 ജീവൻ പതിച്ചു. ആ ജീവൻ എവിടെയാണ് പ്രവേശിച്ചത്? കശ്യപ പത്നിയായിട്ടുള്ള ദിതിയിലാണ്. അതിനുള്ള സാഹചര്യം അവിടെ ഒരുങ്ങാണ്. ആരായിട്ടാണ് അവർ ജനിക്കുന്നത്, ആരാണ് അവരുടെ മാതാപിതാക്കന്മാർ എന്നാണ്. കശ്യപ പ്രജാപതിയും കശ്യപനും കാശ്യപനും ഒന്ന് തന്നെയാണ്, 2 തരത്തിലും പറയാറുണ്ട്. ദക്ഷപുത്രിയായിട്ടുള്ള ദിതി ആണ് അമ്മ, കശ്യപ പ്രജാപതിയാണ് അച്ഛൻ. അങ്ങനെയാണ് ജനിക്കുന്നത്. നമുക്ക് ശ്ലോകം നോക്കാം. ത്വദീയ ഭൃത്യാവധ കാശ്യപാത്തൗ സുരാരിവീരാവുദിതൗ ദിതൗ ദ്വൗ സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടൗ യമൗ ച ലോകസ്യ യമാവിവന്യൗ. അന്യന്മാരായിട്ടുള്ള 2 യമന്മാരെ പോലെ സകല സംഹാരമൂർത്തികളായിട്ടാണ് അവർ ജനിച്ചത്. ത്വദീയ ഭൃത്യൗ 2 പേരുള്ളതുകൊണ്ടാണ് എല്ലാ ദിക്കിലും ഔ അങ്ങനെ ഉള്ള ഒരു പ്രയോഗം വരുന്നത്. ത്വദീയ ഭൃത്യൗ, അങ്ങയുടെ ഭൃത്യന്മാരായിട്ടുള്ള അവർ 2 പേരും ജയനും വിജയനും. കാശ്യപാത് ദിതൗ ദ്വൗ, കാശ്യപനിൽ നിന്നും ദിതിയിലൂടെ ദ്വൗ 2 പേരായിട്ട്. സുരാരിവീരൗ, സുരന്മാരുടെ അരികളായിട്ട് ശത്രുക്കളായിട്ട് ദേവവിരോധികളായിട്ട്. ഉദിതൗ വീരൗ, വീരന്മാരായിട്ട് അതിശക്തന്മാരായിട്ട് 2 അസുരന്മാരായിട്ട്. ഉദിതൗ അവർ അങ്ങനെ ജനിച്ചു. അതാണ് ആദ്യത്തെ 2 വരി. ത്വദീയ ഭൃത്യൗ അധ കാശ്യപാത്തൗ സുരാരിവീരൗ ഉദിതൗ ദിതൗ ദ്വൗ, അങ്ങനെ 2 പേരായിട്ട് അവർ ജനിച്ചു. സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടൗ, സന്ധ്യാസമയത്തെ ഉൽപ്പത്തി കാരണം. അതിൻ്റെ കഥയുണ്ട്, അത് ഞാനിത് കഴിഞ്ഞിട്ട് പറയാം. ലോകസ്യ അന്യൗ യമൗ ച, ഈ ലോകത്തെ സംഹരിക്കുന്ന 2 യമന്മാരെ പോലെ. ഒരു യമൻ ഉണ്ടല്ലോ, അതുകൂടാതെ അന്യൗ യമൗ ച, മറ്റ് 2 യമന്മാരെന്ന പോലെ ഇരട്ടക്കുട്ടികളായിട്ട് അവർ ഭൂമിയിൽ പിറന്നു വീണു.
സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടൗ, സന്ധ്യയ്ക്ക് ഉൽപ്പാദിപ്പിക്കപ്പെട്ടതുകൊണ്ട് ദുഷ്ട പ്രവൃത്തികളോട് കൂടിയിട്ട് ലോകസ്യ യമ, ലോകത്തിൻ്റെ സംഹാരമൂർത്തികളായിട്ട് അന്യൗ യമൗച്ച, മറ്റു 2 യമന്മാരുടെ പോലെയാണ് അവർ ജനിച്ചു വന്നത്. ഇനി കുറച്ച് ആ കഥ പറയാം. ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ 14, 15, 16 എന്നുള്ള 3 അധ്യായങ്ങളിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ള ആ കഥയെയാണ് നമ്മളുടെ മേൽപ്പുത്തൂർ ഭട്ടതിരിപ്പാട് ഒരേ ഒരു ശ്ലോകമായിട്ട് 7ാമത്തെ ശ്ലോകമായിട്ട് ചുരുക്കിയിട്ടുള്ളത്. ദക്ഷ പ്രജാപതിക്ക് കുറേ പെൺകുട്ടികളുണ്ടായല്ലോ. അതിൽ 13 കുട്ടികളെ കാശ്യപ മഹർഷിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അതിൽ 12 പേർക്കും കുട്ടികളുണ്ടായി. ദിതിക്ക് മാത്രം മക്കളുണ്ടായില്ല. ഈ കശ്യപ പ്രജാപതി ഇങ്ങനെ ലോകത്ത് ചുറ്റി നടക്കും. അത് ഇടയ്ക്ക് ഓരോ ഭാര്യമാരുടെ അടുത്തേക്ക് പോകും. അങ്ങനെ ഒരു ദിവസം ഈ ദിതിയുടെ ആശ്രമത്തിലെത്തി. അന്ന് സന്ധ്യയ്ക്ക് അഗ്നിഹോത്രം ചെയ്യുന്ന ശാലയിൽ ഇരുന്ന് അദ്ദേഹം സന്ധ്യാവന്ദനം ചെയ്യായിരുന്നു. ആ സമയത്ത് ദിതിക്ക് വല്ലാത്ത സങ്കടമായി. മുൻപ് പറഞ്ഞില്ലേ, സർവം ഭവത് പ്രേരണയ, എല്ലാം ഈശ്വരൻ്റെ പ്രേരണ കൊണ്ടാണ് നടക്കുന്നത്. അതിനുള്ള സമയമായി. അതുകൊണ്ട് ദിതിക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യവും എന്തൊക്കെയോ വിഷമം തോന്നി. ദിതി ആലോചിച്ചു, തൻ്റെ 12 സഹോദരിമാർക്കും കുട്ടികളുണ്ട്, തനിക്ക് മാത്രം കുട്ടിയില്ല. അങ്ങനെ വിഷമിച്ച് സന്ധ്യാവന്ദനം ചെയ്യുന്ന കാശ്യപ മഹർഷിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എനിക്ക് ഇപ്പം തന്നെ ഒരു കുട്ടി ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പോൾ കാശ്യപ മഹർഷി പറഞ്ഞു, ശരി, പക്ഷേ ഇപ്പം സന്ധ്യാസമയമാണ്, ഇപ്പം ക്ഷമിക്കൂ, ഞാൻ സാധിപ്പിച്ചു തരാം. നീ എനിക്ക് ഏറെ പ്രിയമുള്ളവളാണ് ദിതി. നീ എനിക്ക് ചെയ്തു തരുന്ന ഉപകാരത്തിനൊന്നും പ്രത്യുപകാരം ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. അത്രയേറെ നല്ല ഭാര്യയാണ് നീ. പക്ഷേ ഇപ്പം സന്ധ്യാസമയമാണ്, മറ്റുള്ളവർ നമ്മളെ അധിക്ഷേപിക്കും. അതുകൊണ്ട് നീ അല്പം ക്ഷമിക്കണം. ശ്രീരുദ്ര ഭഗവാനും ഭൂതഗണങ്ങളും ഒക്കെ ഇങ്ങനെ ലോകത്ത് ചുറ്റി സഞ്ചരിക്കുന്ന സമയമാണ് സന്ധ്യ. ആ സമയത്ത് നാമജപം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. സൂര്യനും ചന്ദ്രനും അഗ്നിയും അദ്ദേഹത്തിൻ്റെ കണ്ണുകളാണ്. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്നും ഒന്നും മറയ്ക്കപ്പെടില്ല. അദ്ദേഹത്തിൻ്റെ ആ കോപം നമ്മളുടെ മേൽ പതിഞ്ഞാലോ നമുക്കത് വലിയ വിഷമാവില്ലേ? അതുകൊണ്ട് അല്പം കൂടി ക്ഷമിക്കൂ എന്ന് പറഞ്ഞു. പക്ഷേ ഭഗവാന്റെ പ്രേരണ മറിച്ചായിരുന്നല്ലോ. ദിതി സമ്മതിച്ചില്ല. ഒരു വൃഷളിയെപ്പോലെ എന്നാണ് ഭാഗവതത്തിൽ പറയണത്, അഭിസാരികയെപ്പോലെ ലജ്ജ കൂടാതെ കശ്യപ മഹർഷിയുടെ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചു ദിതി. കശ്യപ മഹർഷി ഇതായിരിക്കും വിധി എന്ന് വിചാരിച്ച് ദിതിയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു. അങ്ങനെ പുത്രോൽപാദനം കഴിഞ്ഞു. അതിനുശേഷം ദിതി ഭർത്താവിനോട് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട്. മഹാദേവൻ എന്നെ ശിക്ഷിക്കൊന്നുമില്ല. കാരണം എന്താ, മഹാദേവൻ്റെ പത്നി സതി എൻ്റെ സഹോദരിയാണ്. അതുകൊണ്ട് തന്നെ എന്നോട് കാരുണ്യം കാണിക്കും ഭഗവാൻ എന്നൊക്കെ ദിതി പറഞ്ഞു. കശ്യപൻ ദിതിയോട് പറയാണ്, നിൻ്റെ ഗർഭപാത്രത്തിൽ നിന്നും ആരാ ജനിക്കുക അറിയോ? ത്രിലോക കണ്ടകന്മാരായിട്ടുള്ള 3 ലോകത്തിനും ദുഷ്ടത്തര മാത്രം വരുത്തുന്ന, എല്ലാ സജ്ജനങ്ങളെയും ദ്രോഹിക്കുന്ന ഇരട്ടക്കുട്ടികളാണ് ജനിക്കുക. അപ്പോൾ ദിതി ഭർത്താവിനോട് പറഞ്ഞു, അങ്ങനെയാണ് വിധിയെങ്കിൽ അങ്ങനെ ആവട്ടെ, പക്ഷേ എനിക്ക് അങ്ങ് ഒരു അനുഗ്രഹം തരണം. തൻ്റെ പുത്രന്മാരെ ബ്രാഹ്മണർ ശപിച്ച് ഇല്ലാതാക്കരുത്. ഇങ്ങനത്തെയല്ലേ കയ്യിലിരിപ്പെന്ന് മനസ്സിലായല്ലോ, ഭർത്താവ് പറഞ്ഞുവല്ലോ. ത്രിലോകജ്ഞാനിയാണ്. പക്ഷേ മഹർഷിമാരുടെ ശാപം കൊണ്ട് വീണ്ടും നരകത്തിൽ പോകാനായിട്ട് അവരെ ഇടവരുത്തരുത്. പണ്ട് വേനനെ ശപിച്ച് പാറ്റയാക്കി ബ്രാഹ്മണരെന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലോ, ദിതിയും കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് പറയാണ്, ഇനിയും നരകയാതനയ്ക്ക് ഇടവരാതെ ശാപഗ്രസ്തരായിട്ട് അവർ മരിക്കരുത്. അങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് തരണം എന്ന് പറഞ്ഞു. കശ്യപൻ പറഞ്ഞു, നീ പറഞ്ഞത് അതുപോലെ തന്നെ നടക്കുള്ളൂ. കാരണം നിൻ്റെ ശിവഭക്തിയും പാതിവ്രത്യവും ഒക്കെ വളരെ പ്രസിദ്ധമാണ്, വളരെ ശക്തിയുള്ളതാണ്. അതുകൊണ്ട് നിൻ്റെ ഇരട്ടക്കുട്ടികളിൽ ഒരാളുടെ പുത്രൻ, നമുക്കറിയാലോ ഹിരണ്യകശിപുവിൻ്റെ പുത്രൻ, ഭഗവാന്റെ
ഉത്തമ ഭക്തനാവും. ഭഗവാന് തുല്യം ആ കുട്ടിയുടെ പ്രസിദ്ധിയും ലോകത്തിലെങ്ങും നിറയും. മാത്രമല്ല, നിൻ്റെ 2 പുത്രന്മാരും ഭഗവാൻ വിഷ്ണുവിൻ്റെ കരങ്ങളാലാണ് വധിക്കപ്പെടുക. അല്ലാതെ ബ്രാഹ്മണ ശാപം കൊണ്ട് മരിച്ചവർ നരകത്തിൽ പോവില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ സമാധാനിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ദിദിക്ക് കുറച്ച് ആശ്വാസമാവുകയും ചെയ്തു. എന്നാലും ദിദി തൻ്റെ പൂർണ്ണമായ ഗർഭത്തിനെ പ്രസവിക്കാതെ പിടിച്ചു വച്ചു. ഗർഭത്തിനെ വഹിച്ച് അവളുടെ ആ ശക്തി കൊണ്ട് ലോകത്തിന് അമംഗളം വരുന്നത് കഴിയണത്ര നീട്ടിവെക്കാനായിട്ട് 100 വർഷം പ്രസവിക്കാതെ നടന്നു എന്നാണ്. പക്ഷേ ദിദിയുടെ ഗർഭത്തിലിരുന്ന ആ ഭ്രൂണം വളരും തോറും ലോകത്തിൽ മുഴുവനും വിഷമങ്ങളുണ്ടാവാൻ തുടങ്ങി. പിന്നെ കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോൾ ദിദി പ്രസവിക്കുകയും ദൈത്യന്മാരായിട്ട് ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും ആയിട്ട് അവർ ജനിക്കുകയും ചെയ്തു. ജനിച്ച ഉടനെ തന്നെ അവർ വളരുകയും ലോകം മുഴുവനും നിറയണ ശരീരത്തോടു കൂടിയാവുകയൊക്കെ ചെയ്തു എന്നാണ്. ഇതാണ് ഭാഗവതത്തിലെ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ള കഥയുടെ ചുരുക്കം. ശ്ലോകം നമുക്കൊന്നും കൂടി നോക്കാം. ശ്ലോകത്തിൻ്റെ സാരം ഇത്രയാണുള്ളത്. മഹാവിഷ്ണുവിൻ്റെ പാർഷദന്മാരായിട്ടുള്ള ജയവിജയന്മാർ വൈകുണ്ഠലോകത്തിന് ചേരാത്ത പ്രവൃത്തി ചെയ്തു. മുനീശ്വരന്മാരെ സനകാദികളെ തടുത്തു. സനകാദികൾ അവരെ ശപിച്ചു. അങ്ങനെ അവർ കശ്യപൻ്റെയും ദിതിയുടെയും ഇരട്ടക്കുട്ടികളായിട്ടുള്ള അസുരന്മാരായിട്ട് 3 ജന്മങ്ങളിൽ ആദ്യത്തെ ജന്മം എടുക്കുകയാണ്. സന്ധ്യാസമയത്ത് ഗർഭധാരണം നടന്നു. അതുകൊണ്ട് ആ കുട്ടികൾ അക്രമ സ്വഭാവമുള്ളവരായി. ലോകത്തിന് യമനെ കൂടാതെ മറ്റു 2 യമന്മാരെന്ന പോലെ കാലന്മാരെ പോലെ സർവദ്രോഹവും ചെയ്തുകൊണ്ടുള്ള 2 അസുരന്മാരായിട്ടാണ് അവർ ജനിച്ചത്. ത്വദീയഭൃത്യൗ അധ കാശ്യപാത്തൗ സുരാരിവീരൗ ഉദിതൗ ദിദൗ ദ്വൗ സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടൗ യമൗ ച ലോകസ്യ യമാവിവാന്യൗ. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണമസ്തു.